ഇന്ന് ഡ്യൂട്ടിക്ക് ഓഫാണല്ലോ ഒന്ന്. അതെ, ഡ്യൂട്ടിക്ക് ഓഫുള്ളൂ. 5 മണിയായപ്പോൾ കറക്റ്റായിട്ട് ഓണായിട്ടുണ്ട്. ഈ കാണിച്ചത് ഒരു പാത്രം ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ച്, പിന്നെ പോയത് നേരെ കിഴങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട്. 3 കിഴങ്ങെടുത്തിട്ട് അവനെ അറഞ്ചം മുറിച്ച് നോക്കിയിട്ടു അവൻ്റെ കിഡ്നി വരെ തുരന്നെടുത്തിട്ടു. അതിനകത്ത് കേടുഭാഗം അല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. അവസാനം കിട്ടിയത് അത്രയും മാത്രം. പിന്നെ ആ പൊളിച്ച് വെച്ചേക്കുന്നത് സവാളയ്ക്ക് രാവിലെ കുത്തി മുറിച്ച് കൊന്നതാണ്. അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചായയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ തള്ളാനുള്ള ഐറ്റമാണ്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഈ സാധനം അവൻ്റെ കവറിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് പൊട്ടിച്ച് മുറിച്ച് മാറ്റിയിട്ട് തള്ളി കുടഞ്ഞിട്ടപ്പോൾ ഇത്രേ സാധനം കിട്ടി. ഇപ്പോൾ ഈ കാണിച്ച സംഭവം സത്യമായിട്ടും മനസ്സാവാച കർമ്മണ ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. ഒരു പൊടിയിരിക്കുന്ന കണ്ടിട്ട് ഒന്നും എടുത്തു കളഞ്ഞതാ. കറങ്ങിയത് ശരിക്കും കണ്ടത് വീഡിയോയിലാണ് കേട്ടോ. ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടാത്തൊന്നും എന്താണെന്നല്ലേ, പച്ചവെള്ളമല്ല, ചൂടുവെള്ളമല്ല, ഇതാണ് ശുദ്ധമായ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളമേ ഞങ്ങൾ ഒഴിക്കുമെന്നല്ല, എന്തായാലും കുറച്ച് ഉപ്പുകല്ലിട്ട് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പുപൊടി തീർന്നത് കൊണ്ട് മാത്രം അതിൻ്റെ പുറകെ പോയതാ കേട്ടോ. അല്ലാതെ ഉപ്പുവെള്ളത്തിലേ ഞങ്ങളെല്ലാവരും എല്ലാം ഉപയോഗിക്കും എന്നൊന്നും പറയുന്ന അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. ഞങ്ങളുടെ ഉപ്പുപൊടി തീർന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾ ഉപ്പുകല്ല് കലക്കിയ വെള്ളം എടുത്തു. ചെയിനൊന്നും മുറുക്കിയിട്ടത് ഇനി സ്വർണം തിന്നാരും ചാവണ്ടെന്ന് വിചാരിച്ചാൽ. സ്വർണത്തിന് ഭയങ്കര വിലയാണേ, തിന്നാൻ കൊടുക്കാനില്ല. ഇളക്കി അങ്ങനെ പുട്ടിനെ കുറ്റി കയറ്റിട്ടുണ്ട്. എനിക്കും എൻ്റെ അപ്പൂപ്പനും ഈ പുട്ടുകുറ്റിക്കും ഒരേ പ്രായമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇനി പുട്ടെങ്ങനെയാണെന്നല്ലേ, എത്തിയിട്ടുണ്ട്. കാസ്ട്രോളിനകത്തിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ട അവൻ വല്ല പറഞ്ഞു, പാവം ഉറങ്ങിക്കോ മോനെ. ഇനിയത്തെ പരിപാടിയാണ് തൈര്. ഇന്ന് മോരുകറി തന്നെ. അതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടേക്കുന്നതേ കരിയാപ്പിലയാണ്. പുളിപ്പ് കൂടും പോലും, പുളിപ്പില്ലേലും ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ട്. അങ്ങനെ അവനെ പിടിച്ച് റെഡിയാക്കി വെച്ചു. അപ്പോഴേ ഒരാൾ എൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന കണ്ടോ. തലേന്നത്തെ ചോറിനെ എടുത്ത് കുമ്പിട്ട് നിർത്തിയിട്ടാണ് അടുത്ത പരിപാടിക്ക് നിന്നാ കേട്ടോ. ഈ കാണിക്കുന്നത് അഭ്യാസമൊന്നുമല്ല. ഒരു കുപ്പിക്കകത്തിരുന്ന് ഉറയെടുത്ത് നേരത്തേതെടുത്ത് കലക്കി അതിനകത്തൊഴിച്ചിട്ടേ ഇനി ബാക്കിയുള്ളത് ഇച്ചിരി നല്ലതായിട്ട് എടുത്ത് വെക്കാമെന്നുള്ള പരിപാടിക്കാണ് പോകുന്നത്. കലക്കിയുള്ളത് മൊത്തം എന്നെ തൊഴിച്ചെടുത്തിട്ട് നല്ല ഇച്ചിരി ഉറ ഞാൻ എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് സാധനം എന്നൊക്കെ പറയാമെങ്കിലും അത്ര ഫ്രഷാണോന്ന് ഉപയോഗിച്ചാലല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് കോരി മിക്സിക്കകത്തോട്ടിടുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു എൻ്റെ മനസ്സിൽ. ഇന്ന് മോരുകറി കൂട്ടണമെന്ന് കൂട്ടും, അതിനാണല്ലോ ഈ പുറപ്പാട്. കൂടെ നിന്ന് 4 മൂള് ഞാനൂടെ മൂളിയപ്പോഴത്തേക്ക് മിക്സിയിൽ സംഭവം റെഡിയായേ. അപ്പോൾ ഇന്ന് മോരുകറിയല്ലേ, ഓഫിൻ്റെ പ്രത്യേക പരിപാടി, പ്രത്യേകതരം മോരുകറി. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മോരുകറി ഉണ്ടാക്കിയ ഞാൻ ഒറ്റ നേരം കൊണ്ട് ഇനി അടുത്ത കറിക്കും മെനക്കെടേണ്ടി വരും. ആ പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാനതുകൊണ്ട് ഇച്ചിരി ഏറെ വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുമാണ് അടുത്ത കലാപരിപാടികൾ ഇങ്ങനെ തുടർച്ചയായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓഫല്ലേന്ന്, ഓഫ് വേണ്ടായിരുന്നു, ഡ്യൂട്ടി മതിയെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ചില നിമിഷങ്ങളാണ് ഈ ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൊബൈൽ വെളിച്ചത്തിൽ വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന മഞ്ഞപ്പൊടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, തീർന്നു പോയാൽ ചീത്തവിളി പ്രതീക്ഷിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മാത്രം ആ മഞ്ഞപ്പൊടി ഇപ്പോഴും അതേ കുപ്പിക്കകത്ത് അവിടെ ഇരിക്കുന്നത്. എന്തായാലും അതേലേയും കുറച്ച് അതിനകത്താക്കിയിട്ടുണ്ട്. ഇനി കലക്കാൻ തവി വേണ്ടേ, അവനും ഇറങ്ങി വരാൻ റെഡിയായിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു. വിളിച്ച് കയറ്റി അതിനകത്തിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സിയും ഞാനും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓടുന്നത്. അതിനകത്ത് ഉപ്പ് നീരേ ഒഴിക്കൂ, ഉപ്പില്ലെന്ന് പറയുന്നത് മോശമല്ലേന്ന്. എന്ത് മോശം, ഇല്ലെങ്കിൽ ഇല്ല, അത്രയും ഉള്ളൂ. ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ എങ്ങനെ ജീവിച്ചത്, ഉപ്പില്ലേ ഉടനെ അയലൊക്കെ തോടുമായിരുന്നു, ഒരിച്ചിരി ഉപ്പ് തരുമെന്ന് ചോദിച്ച്. അങ്ങനെ ഉപ്പും പഞ്ചസാരയും ഒക്കെ വാങ്ങിച്ചുപയോഗിച്ച ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അപ്പോഴേ ഇത് കാണുമ്പോൾ ആരും ചിന്തിക്കരുത് ഞങ്ങളൊക്കെയോന്ന്. അതെ, ഞങ്ങളൊക്കെ എങ്ങനെ തന്നെ ജീവിച്ചിട്ടുള്ളവരാ. ഇനി എടുത്തിരിക്കുന്ന കരിയാപ്പില, അതും ഫ്രഷെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒടിച്ച് വെച്ചിട്ട് മാസങ്ങളായി. ഫ്രിഡ്ജിനകത്ത് ഡപ്പയ്ക്കകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ അത് പോവത്തില്ലെന്ന് ആരോ പറയുന്നത് കേട്ട്.
അങ്ങനെ അന്ന് മുതൽ ഡപ്പയ്ക്കകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിന് വലിയ ചലനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനും അതിൻ്റെ കൂട്ടത്തിൽ റെഡിയായി. അപ്പം അടച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടേ ഇനിയത്തെ അടുത്ത കലാപരിപാടിക്ക് പോണ്ടായിരുന്നു. കുമ്പിട്ട് നിൽക്കുന്നവൻ അവിടെ തന്നെ കിടക്കട്ടെന്ന് ഞാനങ്ങ് ചിന്തിച്ചെന്നേ. ഇനി എന്തിനാ പോണേന്ന് ചോദിച്ചാലേ എന്തിനാണാവോ എന്തോ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്നെ എല്ലാവരും കാണുന്നുണ്ടോന്നാ കേട്ടോ. കൈ കഴുകുക മാത്രം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞിട്ട് എന്താ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. ചായ ഇടും, പാത്രം കഴുകും, കഞ്ഞി വെക്കും, പാത്രം കഴുകും, കാപ്പി ഉണ്ടാക്കും, പാത്രം കഴുകും. ഇത് തന്നെ. എന്തായാലും അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം ഒതുക്കിയിട്ടെ ഞാനും എൻ്റെ മോനും കൂടെ കഴിക്കാനിരുന്ന്. പകുതിയും കാണുന്നില്ലെങ്കിലും 3 ഉരുളിയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലേ? അതെ, ഞങ്ങളുടെ വീട്ടിൽ ഉരുളിയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ തിരുവ ഒന്ന് ചെറുതായിട്ട് തുറന്ന് കിട്ടി. അപ്പോൾ ബാക്കി എൻ്റെ പുട്ട് കാണണ്ടേ? നിങ്ങളാരും ഭയപ്പെടരുത്, ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ പുട്ട് എൻ്റെ പാത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന സാധനമാണ് ഞാൻ രാവിലെ മെനക്കെട്ടുണ്ടാക്കിയ സാധനം. അത്യാവശ്യം വേണേൽ മൈക്കായിട്ട് ഉപയോഗിക്കാം അല്ലേ? എന്തായാലും എങ്ങനെയല്ലൊക്കെ ആട്ടെന്നേ. അങ്ങനെ പുട്ടും അകത്ത് കയറ്റിയിട്ട് തള്ളല്ലായിരുന്നു കേട്ടോ. ഇനിയാണ് ശരിക്കുള്ള കലാപരിപാടികൾ നടക്കുന്നത്. ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാ. ദൈവാനുഗ്രഹം, 2 നിലയില്ല, വലിയ വീടില്ല, ചെറിയ വീടായിട്ട് പോലും കർത്താവേ 3 മുറി അതിൻ്റെ അടുക്കള ഇത്രയുണ്ടെങ്കിൽ എന്നെ നട്ടിൽ പൊളിയുമെങ്കിൽ അപ്പോൾ ഇതിലും വലുതായിട്ടുള്ള ഇവിടെയൊക്കെ അവസ്ഥ. എല്ലാം ഒന്ന് തുടച്ചെടുക്കാൻ മെനക്കെട്ട് കിടന്ന് തച്ചമ്പുറത്ത് രാവിലെ തുടങ്ങിയതാണ്. ഇതിലും നല്ലത് ഡ്യൂട്ടിക്ക് പോകുമെന്നായിരുന്നെന്ന് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചു കേട്ടോ. ഈ സ്പീഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്പീഡ് കൈകാര്യം ചെയ്തെന്ന്. അല്ല, ഇത് വീഡിയോയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് അടുക്കളയുടെ ക്ലീനിങ്. അങ്ങനെ ഉത്തരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടേ ആ സാധനം കുറേ ഞാൻ വലിച്ച് താഴെ ഇട്ടു. ആ താഴെ ഇടുന്ന സമയത്ത് ഒരു എലി വന്നിട്ട് എൻ്റെ നേരെ വന്ന് എനിക്കൊരു ഉമ്മ തരാൻ വന്ന്. എന്ത് ചെയ്യാം, ആ പരവേശത്തിനെ ഞാൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങിയതാ, മറിഞ്ഞടിച്ച് താഴെ വീണു. ആ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ആരെയും അറിയിച്ചില്ലെങ്കിലും എലിയെ ഞാൻ നിറച്ച് ചീത്ത വിളിച്ച് വിട്ടു. അവനോ അവൻ്റെ കുടുംബക്കാരോ ഇനി എൻ്റെ വീട്ടിൽ കാലുകുത്തത്തില്ലെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് വെറുപ്പിച്ചാണ് വിട്ടേക്കുന്നത്. ജീവനുണ്ടെങ്കിൽ അവനോ അവൻ്റെ ഫാമിലിയോ വരത്തില്ല. വന്നവൻ വിവരം അറിയും, അവൻ എനിക്ക് ഉമ്മ തരാനെന്നേ. അങ്ങനെ വന്ന വരവിലേ ഇടിച്ചത് എൻ്റെ ശരീരവും എൻ്റെ കാലും. അപ്പം എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനേ എൻ്റെ അമ്മായിമ്മ കൂടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഓരോ പാത്രങ്ങളായിട്ട് പറക്കി എൻ്റെ കൈ തന്ന് ഞാൻ അതെല്ലാം അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സെറ്റുകളായിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന സാധനമേ അയ്യത്തൂന്ന് കിട്ടിയതാണ്. തറയെ വെച്ചാൽ ഉറുമ്പായിരിക്കും, തലയെ വെച്ചാൽ പേനായിരിക്കും എന്ന് പറഞ്ഞ് ഉത്തരത്തെ കെട്ടി നിർത്തിയേക്കുക. ഉള്ള ചട്ടി കൊട്ടയും എല്ലാ സാധനവും പറക്കി തന്നിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുമ്പോൾ എന്തോ ഒരു ആത്മാഭിമാനമോ, എങ്ങും ആവാൻ പറ്റാത്തവനും ഇത്രയെങ്കിലും ആവാൻ പറ്റിയില്ലോ എന്ന്. അതെ, എന്നെ എൻ്റെ മണ്ടയ്ക്ക് കയറ്റിയിട്ടേ ചുമ്മാ പറയാനാ അവൾ തറ തൊടാത്തവളാണെന്ന്. തറ കണ്ടാൽ അവൾ അന്നേരം ഉത്തരത്തെ കയറുന്നു. കേക്ക് പാവം, ഞാൻ എന്തെല്ലാം അറിയുന്നു. അപ്പോഴേ ഇതെല്ലാം പറക്കി മേളിലോട്ട് ഓരോ കവറും ഓരോ കൂടും. അപ്പോൾ ഇന്ന് എന്നെ താഴെ ഇറക്കാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. ഈശ്വര, ഓഫ് വേണ്ടായിരുന്നു, ഡ്യൂട്ടി തന്നെ മതിയായിരുന്നെന്ന്. ഉള്ളിപ്പറക്കി ഓരോന്നായിട്ട് വീണ്ടും 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 കൊണ്ടുവന്ന് എന്നെയും കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. നിങ്ങളുടെ ജനലേ കൂടെ കിളിച്ച് നിൽക്കുന്ന ചെടി കണ്ട. ഇനി ഞങ്ങൾ മേളിൽ നിന്ന് മാങ്ങ വരെയും പറിക്കും, നോക്കിക്കോ. അങ്ങനെ ഞങ്ങൾ വൃക്ഷങ്ങൾ മൊത്തം ഉത്തരത്തി ചത്തിരിക്ക് 8 കാലി ആവോ ഈശ്വര. ഇതിനൊരവസാനമില്ലേ? ഈ വീട്ടിൽ ഇതിനും മാത്രം പാത്രം ഇത് എവിടെ കിടക്കുന്നെന്ന് എനിക്കറിയാമല്ല. ആകെ 4 ചീനച്ചട്ടി, 2 കലം അല്ലാതെ ഞാനൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇതൊക്കെ എന്തിനാണാവോ എന്തോ. തിന്നാൻ പോലും സ്റ്റീൽ പ്ലേറ്റ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ കമൻ്റ് ഇട്ടൊന്നും ആരും കയറല്ലേ ദയവ് ചെയ്ത്. പാവങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നോക്കോട്ടെന്നേ. കുറേ 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 ഗ്ലാസ്, പാത്രം, അരിപ്പ, ചട്ടി, സ്റ്റീൽ ചരുവം, എന്തൊക്കെയാണ് ഈ വീട്ടിൽ. അങ്ങനെ
അവിടുത്തെ പരിപാടികൾ ഏകദേശം ഒതുക്കി ഞാൻ പതുക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഇറങ്ങുന്നത് കണ്ടാലറിയാം എൻ്റെ നട്ടൽ എന്തുമാത്രം ആ അത് ചെന്ന് അടിച്ചെന്ന്. ദൈവം തമ്പുരാൻ താങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്യാസ് കുറ്റിയും ഒന്ന് ചിരവയും. എന്നാൽ പിന്നെ ഇന്നെൻ്റെ പേരിലൊരു അടിപൊളി ഫ്ലെക്സ് മുറ്റത്ത് വന്നേനെ. അങ്ങനെ വാരിക്കൂട്ടി പറക്കി എടുത്ത് വന്നപ്പോൾ ശരിക്കും ഇത്രയും സാധനമേ ഉള്ളായിരുന്നു. ഇതിനു വേണ്ടിയാണോ ഇത്രയും മണിക്കൂർ കളഞ്ഞതെന്ന്. ആ ചെയ്തല്ലേ പറ്റൂ, പാവം ഞാൻ. ചെറിയ വീട്ടിൽ ഇങ്ങനാണെങ്കിൽ വലിയ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? ആ വലിയ വീടൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. കണ്ടോ, കഷ്ടപ്പാട് തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായാലും അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. നീക്കും തുടയും തുടപ്പും വൃത്തിയാക്കലും അവസാനം വരുമ്പോൾ ഒരു വൃത്തികെട്ട അവസ്ഥ. ഇതാ രാവിലെ പുട്ട് കഴിച്ചത് എങ്ങോട്ട് പോയോ എന്തോ. ദഹനശക്തി കൂടുതലായതുകൊണ്ടാണ്, പുട്ടിന് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്, അതൊക്കെ പോയി. അമ്മാതിരി കട്ടപ്പണി കണ്ട. രാവിലെ നല്ല രീതിയിൽ നിന്ന ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒടിഞ്ഞു കേട്ടാ. തൂത്തും ഭാര്യയും ഇതാ ആ ഇരിക്കുന്ന വലിയ ബക്കറ്റ് എന്ന് പറയുന്നത്, ആ ഇരിക്കുന്ന പെയിൻറ്റ് ബക്കറ്റ് നിറച്ച് ബേക്കറിയാണ് അറിയുമോ. അങ്ങേപ്പുറത്തിരിക്കുന്ന ഒരു ഭരണി, അതെ അത് നിറച്ച് മാങ്ങായും. നാട്ടുമാങ്ങ കിട്ടിയത് ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ആ ഞാന്ന് കിടക്കുന്നത് വല്ലപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്ന കുറേ ബ്രഷുകളാണ്. വല്ലപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കണ്ടേ. പിന്നെ എൻ്റെ റൂമിലിരിക്കുന്നത് മൊത്തം ലോഷൻ കടയാണ് കേട്ടോ, ഒരു സൈഡിലിരിക്കുന്നത്. പിന്നെ മിക്സിയായി, സേവനാഴിയായി. അതെ വല്ലപ്പോഴൊക്കെ വല്ലതും ഉണ്ടാക്കുന്ന വീടാണെന്നേ. അങ്ങനെ എല്ലാം തൊടിച്ച് തുടച്ച് മാറ്റി ഒന്ന് മാറണമെങ്കിൽ ഇനിയും സമയം കുറേ എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് മെനക്കെടാനുള്ള മെയിൻ കാരണമേ എൻ്റെ കെട്ടിയവനാണ്. അത് ഞാൻ അവസാനം പറയാം. എൻ്റെ നട്ടലൊടിച്ച് തുടങ്ങിയതേ എൻ്റെ മാപ്പിളയാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ട് ഞെട്ടാൻ നിൽക്കണ്ട. ആ മനുഷ്യൻ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നാന്ന് സംശയമില്ലാതില്ല. അങ്ങനെ ഒരുമാതിരി ഒതുക്കൊക്കെ കഴിഞ്ഞപ്പോഴേ മമ്മിയുടെ നട്ടല് പറഞ്ഞു കൂട്ടുണ്ടായിരുന്നു. നട്ടല് പറഞ്ഞു മമ്മി നാട് വിട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടിയാണ്. ഇതാ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടികൾ മാത്രമാണ് ഇനിയുള്ളത്. കാണണ്ടേ? കണ്ടോളൂ. ആ എപ്പോഴെങ്കിലും ഗ്യാസ് തീരുമ്പോൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ഞാൻ എൻ്റെ കെട്ടിയവൻ എനിക്കൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 അടുപ്പുള്ള ഗ്യാസും ഒരു അടുപ്പും പോരാനിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കറും കൂടെ രാവിലെ അവിടെ ഓടുന്നത്. പാവം അച്ചാച്ചൻ 8 മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ടേ അച്ചാച്ചൻ ഇതൊന്നും അറിയത്തില്ല, കാണാറില്ല, നമ്മളോട്ട് അറിയിക്കാറും ഇല്ലെന്നേ. അങ്ങനെ അതും അവനും ഒരു സ്ഥാനം കൊടുത്തു. എല്ലാത്തിനും സ്ഥാനം ഉണ്ടായാലും ഇതുവരെ കസാരയിൽ എൻ്റെ സ്ഥാനം ഒന്ന് വെക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തൊരു കഷ്ടമല്ലേ പാവം ഞാൻ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. എന്നിട്ട് പണി ചെയ്യാത്തവളെന്നുള്ള ചീത്തപ്പേരും. ഇന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങി പോകാമെന്നു. അപ്പോൾ ജോലിക്ക് നമ്മൾ പണിയൊന്നും ചെയ്യുന്നില്ലേ? ആ അങ്ങനെ എൻ്റെ ഷെൽഫിൻ്റെ ഏകദേശ പരസ്യമൊക്കെ ഇങ്ങനെ അവസാനിക്കാറായി. ഇൻഡക്ഷൻ കുക്കറിൻ്റെ മണ്ടയ്ക്ക് ഒരു തുണിയും കൂടി ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഏകദേശം സെറ്റായി. ദാ ഇനി ഒരു മാവും തയ്യും ഒരു പ്ലാവും തയ്യും കൂടെ ഈ ജനലിലാക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചക്കയും മാങ്ങയും പറിച്ച് അടുക്കളയിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാവുന്നതായി. ഇളം കാറ്റിൽ എന്തൊക്കെയോ കിടന്നാടുന്നു. ഇലകളൊക്കെ എന്തിനിങ്ങനെ മരിച്ചു കിടന്നാടുക? ആടട്ടെ, നമ്മുടെ നട്ടല് പറഞ്ഞാലും ഇലകൾ കാടിയാൽ മതിയല്ലോ. തുടപ്പും തൂപ്പും വാരും ഇങ്ങനെ നടക്കുമ്പോഴേ ഒരു രസമുണ്ട്. അവസാനമായിട്ട് കിട്ടിയതൊരടപ്പും, ഒരടാറടപ്പും. ചുമന്ന പാത്രത്തിന് എന്തിനാ ഈ വെള്ളയടപ്പ്? അതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ അടുക്കള നിങ്ങൾക്ക് സുപരിചിതമായില്ലേ? ഇതാണ് ഞങ്ങളുടെ അടുക്കളയുടെ അവസ്ഥ. ഈ മേലെ ഇരിക്കുന്ന ഷെൽഫ് നിറച്ച് ഗ്ലാസും പാത്രങ്ങളും കേട്ടോ. അവിടെ ഒരു ഷെൽഫുണ്ട്, ഒരു ഇരുട്ടത്ത്. എന്നാലും എന്നേക്കും അതിലാ വന്ന എലി എന്തുദ്ദേശിച്ചാണോ എന്തോ. പാവം എൻ്റെ അച്ചാച്ചനൊന്നും അറിയണ്ട. അറിഞ്ഞ എലിയെ എൻ്റെ വീട്ടിൽ വന്ന് കത്തിച്ചളയും.
ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ ആ എലി എൻ്റെ ദേഹത്ത് ചാടിയനെ. എന്നാൽ പിന്നെ വലിയൊരു ഫ്ലെക്സും ഞാനും എലി അടുത്ത് വരുന്നതിൻ്റെ ഒരു വലിയ ഫ്ലെക്സും ഞാനും. ആഹാ, എന്ത് രസം. അങ്ങനെ കലാപരിപാടികളുടെ ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ വരാൻ തുടങ്ങുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ. എവിടെ ഇതൊക്കെ എന്നൊന്ന് അവസാനിക്കും എന്തോ. ആ തൂത്ത് തുടച്ച് ഇന്ന് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാകുന്ന അവസ്ഥയായി. എന്താ ഇനി അതിനകത്ത് കുത്തിക്കൊള്ളിക്കാമോ നോക്കിയപ്പോൾ അതിനകത്തൊരു പൊടി പോലെ സ്ഥലമില്ലെന്നേ. മൊത്തം കുത്തിക്കൊള്ളിച്ച് വെച്ചേക്കുക. ഇതിന് മാത്രമുള്ള പാത്രങ്ങളൊക്കെ ഇത് എവിടെ നിന്നുണ്ടാക്കിയോ എന്തോ. ആ എന്തായാലും എനിക്കും എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള കുറേ പാത്രങ്ങൾ സമ്മാനം കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ. നല്ല രസമാണ്. നട്ടല് പറയുന്നതിനേക്കാൾ സുഖമുള്ളൊരു പരിപാടിയാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു വശവശക്. ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ എന്ന്. ആ മാറുമായിരിക്കും. അങ്ങനെ അതവിടെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ ഇനി അടുക്കള തുടയ്ക്കാമെന്ന്. പഴയ അടുക്കളയായതുകൊണ്ട് തുടയ്ക്കണ്ടെന്നൊന്നും ആരും ചിന്തിക്കണ്ട, തുടച്ചേ പറ്റും. തുടപ്പ് ആരോട് പറയാൻ. തുടയ്ക്കുക. തുടച്ച് തീർത്ത് കഴിയുമ്പോൾ പിന്നെ പോയി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് ചിന്തിക്കണ്ട. അന്നേരത്തേക്ക് വൈകിട്ട് 5 മണിയാവുന്നു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കൊച്ചിനെ കുളിപ്പിച്ചു, അതിനെ കഴിക്കാൻ കൊടുത്തു, ഉച്ചയ്ക്കത്തെ കഴിച്ചു. തുണി കുറേ മെഷീനകത്തിട്ടത് കൊണ്ടൊന്ന് അയവെള്ളിയെ വിരിച്ചു. കുറേ മിറ്റം തൂക്കാനുള്ളത് തൂത്തിട്ടു. അതൊന്നും വീഡിയോ പിടിക്കാനുള്ള നേരമില്ലായിരുന്നു. അവസാനത്തെ പരിപാടിയാണ്. ആണ്ടിലെങ്കിലും ഒന്ന് കുളിപ്പിച്ചുകൂടെയെന്ന് വണ്ടി വരെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ കൂടെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട്. എല്ലപ്പോഴുമൊക്കെ വെള്ളം കണ്ടില്ലേ, എന്നെപ്പോലെ ഇനി അവനും അലർജി ആയി പോയാലോ. അങ്ങനെ ജൂപ്പിറ്ററിൻ്റെ പരസ്യം ഉൾപ്പെടെ മൊത്തം കഴുകി വൃത്തിയാക്കി ഓസിട്ട് അവനെ അങ്ങ് കുളിപ്പിച്ചിട്ട് അവനെ ഒരു തോർത്തെടുത്തൊന്ന് തോർത്താൻ ഇറങ്ങിയതാണ്. ഇനി തോർത്താതിരുന്ന അവനിനി വല്ല ജലദോഷം ഉണ്ടായാലോ. ഒന്നാതെൻ്റെ സമയം ശരിയല്ല. മൊത്തം പോയി കിടക്കുന്ന ടൈമാണ്. എങ്ങനെയൊക്കെയോ എന്ത് ചെയ്താലും ഒരു വീഴ്ച ഉറപ്പുള്ളതാണ്. ആ ഈശ്വര, ഇതിലും വലുതൊന്നും വരാനില്ലാത്തതുകൊണ്ട് ഇനിയൊന്നും വരത്തില്ലായിരിക്കും. വണ്ടി വരെ എന്നെ കണ്ടിട്ട് ചരിഞ്ഞുപോയി. പെടലി ചരിച്ച് വെച്ച് നിന്നെ എനിക്ക് കാണണ്ടാടിയെന്ന്. അങ്ങനെ കുളിപ്പിച്ച് വന്നപ്പോഴേ എൻ്റെ ജൂപ്പിറ്ററേ പുതിയ മോനായി. എടുത്തതിൻ്റെ 2-ാം മാസത്തിൽ ഒരു ചളുക്കം കൊടുത്തിട്ടുണ്ട് അവന്. അതെ, അത്ര നല്ല സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കണ്ട, എൻ്റെ വണ്ടി മൊത്തത്തിലൊന്ന് തുടച്ച് സീറ്റ് ഉൾപ്പെടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഞാൻ തന്നെ ചള്ളയാക്കാനുള്ളത്. ഞാൻ തന്നെയാണെ കൊണ്ട് നടക്കുന്നതും. അവൻ്റെ ബോണറ്റ് വരെ തന്തി വരെ ഞാൻ തുടച്ചു കൊടുത്തു. അങ്ങനെ തിളങ്ങട്ടെന്ന് വിചാരിച്ചപ്പോൾ മൊത്തത്തിൽ എൻ്റെ നട്ടിൽ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി നിർത്താറായില്ലെന്ന്. അപ്പോൾ പിന്നെ നിർത്തിയാലോ, മതിയാ എനിക്ക്. ഇരുന്നും കിടന്നും നിന്നും എല്ലാം തുടച്ചു കൊടുത്തു. വണ്ടിക്ക് ആ സ്നേഹം വല്ലതും ഉണ്ടോ എന്തോ. വല്ലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു വണ്ടി കഴുകാറില്ലെന്ന്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിക്കണം, ഞാൻ വണ്ടി കഴുകും കേട്ടോ. ഇനി ആരും എന്നോട് ചോദിക്കല്ലേ. ആ കിടപ്പ് അവിടോട്ട് കിടന്നങ്ങ് ഉറങ്ങിയാലോ എന്ന് ചിന്തിച്ചാൽ തോർത്തെടുത്ത് തലയിലോട്ടിട്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങാവുന്നു. പിന്നെ വണ്ടിയെന്ന് പറഞ്ഞു വീണാൽ അത് സമാധാനം പറയണ്ടേ. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചേ. അപ്പോൾ ഇനി എന്താണെന്നല്ലേ, ഈ തുടച്ചിട്ടിരിക്കുന്ന അടുക്കളയൊന്ന് ഉണക്കിയെടുക്കണം. അതിൻ്റെ റെഡിയായിട്ട് നമ്മുടെ കുളർമാമൻ എത്തിയിട്ടുണ്ട്. എന്തൊരു യോഗം. പണ്ടൊക്കെ ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പം താണ്ടേ കൂളറായിരുത്തി ഉണക്കിയെടുക്കുന്നത്. എങ്ങോട്ട് കാറ്റ് വേണോ അങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ മതി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇതിനെല്ലാം കാരണക്കാരായ ഒരു സംഭവം കണ്ട, ഞങ്ങളുടെ വീടിൻ്റെ വൃത്തി കണ്ടില്ലെന്ന് പറയില്ല കേട്ടോ. ഈ ഒരു സാധനം എൻ്റെ ഓഫ് നോക്കി കറക്റ്റായിട്ട് ഇന്ന് പണിതുകൊണ്ട് തന്നതാണ് അച്ചാച്ചൻ. എന്തിനാണെന്നോ, ഇതിനകത്ത് കുറേ പഞ്ചസാരയും ചെറിയ പാത്രങ്ങൾ പറക്കി വെക്കാൻ. ആ ചെറിയ പാത്രം പറക്കാൻ പോയ പോക്ക് എൻ്റെ നട്ടെല്ലിൻ്റെ ഡിസ്ക് ആകുന്ന ലക്ഷണമുണ്ട്. അങ്ങനെ ആ ഷെൽഫിന് വേണ്ടി അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് സഹതാപച്ചൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ആരും ഞങ്ങളുടെ ചാനലിൻ്റെ നെയിം മറക്കാൻ നിൽക്കുന്ന ദിയ ദനഹ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. താങ്ക്